Hi guys, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ബോട്ട് റോക്കേഴ്സ് 558 ഇതിനെ നമ്മൾ ഡിഫറെന്റ് സിനാരിയോസിൽ ട്രൈ ചെയ്ത് നോക്കും ഇതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ വെളിയിലാണ്, ഇത് ലൈവ്, ഇതൊരു റിയൽ ലൈഫ് ടെസ്റ്റ് ആണ്. അത് കാരണം ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ ഇയർഫോണിന്റെ മൈക്കിൽ നിന്നാണ് വരുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാം. ഒരു വശം ഞാൻ മൈക്ക് കാണിക്കാം. മൈക്കിന്റെ ഒച്ച എന്നാൽ ഇവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് എത്ര നല്ലതായിരുന്നു അല്ലെങ്കിൽ നല്ല എല്ലായിരുന്നു എന്ന് നോക്കാം. എന്നാ പോ. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഇല്ലാതെ. ഇപ്പം ഈ മൈക്ക് കുറച്ച് ദൂരെയാണ്. ഹോപ്പ്ഫുള്ളി എന്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഫുഡ് മോളിലാണെങ്കിൽ. ഇപ്പം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. കടയിൽ നിന്നൊക്കെ ഒത്തിരി മെഷീൻ്റെ ഒച്ച, ആൾക്കാരുടെ ഒച്ച, ഇവിടെ ഒത്തിരി മ്യൂസിക് ഒക്കെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ സൗണ്ട് ക്ലിയർ ആണ്, നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പറ്റും. എന്നാൽ ഇതാണ് നമ്മൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്താണെങ്കിൽ. ഇവിടെ ഞാൻ 70 വാട്ടർ ഫൗണ്ടൻസ് അടുത്താണ്. ഇവിടെ ഒത്തിരി വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട്. ഞാൻ സീസൺസ് മോളിൻ്റെ വെളിയിലാണ്. അപ്പം ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വെളിയിലത്തെ ഒച്ച കുറച്ചൊക്കെ വരും, പക്ഷേ ഹോപ്പ്ഫുള്ളി അത് എൻ്റെ സൗണ്ടിനെ അത്ര മഫൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ട്രാഫിക് സിറ്റുവേഷനിലാണെങ്കിൽ. ഇപ്പം നമ്മൾ ആമനോരാവും സീസൺ മോളിൻ്റെ ആ ജംഗ്ഷനിലാണ്. ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്, ഒത്തിരി വെഹിക്കിൾസ് ഉണ്ട്, ഒത്തിരി ഹോങ്കിങ്ങിൻ്റെ സൗണ്ട് ഉണ്ട്, കുറച്ചൊക്കെ കാറ്റുമുണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ സിനാരിയോയിൽ ജനറലി ഹോണിൻ്റെ സൗണ്ട് ഒത്തിരി ഹാർഷാണ്. അത് നോർമലി വേറെ ഫോണിൻ്റെ മറ്റേ സൈഡിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ട്രബിൾ കൊടുക്കും. ഹോപ്പ്ഫുള്ളി എൻ്റെ സൗണ്ട് ക്ലിയർ ആണ് ഇതിൽ. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എങ്ങനെയായിരുന്നു ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി. സോ ബേസിക്കലി 2000 റുപ്പീസിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മൈക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബൈക്ക് സിനാരിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വിൻഡിൻ്റെ ഒച്ച ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും എൻ്റെ കുറച്ചൊക്കെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അതെനിക്ക് സർപ്രൈസിങ് ആയിരുന്നു. ജനറലി ഇങ്ങനത്തെ ഇയർഫോണിൽ ഒച്ച ഒന്നും കേൾക്കാൻ പറ്റില്ല. അത് കാരണം എനിക്ക് ഇതിൻ്റെ 2000 റുപ്പീസിന് എനിക്ക് എൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. എല്ലാ സിനാരിയോയിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നു, പക്ഷെ അത് അത്ര ഓവർ പവറിങ് അല്ലായിരുന്നു. എൻ്റെ ഒച്ച കേൾക്കാനേ പറ്റൂല്ല എന്നപോലെ അങ്ങനത്തെ സിനാരിയോ വന്നില്ല. അത് കാരണം എനിക്ക് ഇതിൻ്റെ മൈക്ക് ഇഷ്ടപ്പെട്ടു. ആവറേജ് ക്വാളിറ്റിയാണ്, പക്ഷേ ഈ പ്രൈസിന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി നല്ലതാണ്. സ്പെഷ്യലി നിങ്ങളൊരു ഫുൾ ഓവർ ദ ഇയർ ഹെഡ്ഫോൺ വിത്ത് മൈക്ക് നോക്കുന്നെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. വേറെ ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറിനെ പറ്റി സംസാരിച്ചാൽ ഇതൊരു 50mm ഡ്രൈവറാണ്. 50mm ഡ്രൈവർ ജനറലി ബേസ് ഹെഡ്സിന് വേണ്ടിയിട്ടല്ല. അതിൽ ബേസിൽ ഒരു തമ്പിങ് ബേസ് വരില്ല, ആ ഫുൾ വരില്ല, ആ ലോ ഫ്രീക്വൻസി അത് അത്ര നല്ലപോലെ ഇത് പിടിക്കില്ല. ഇത് മെയിൻലി ഒരു ഫുള്ളർ സൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ക്ലാസിക്കൽ, R&B എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ എല്ലാം കേൾക്കാം. സൗണ്ട് ഒത്തിരി നല്ലതായിരിക്കും. പക്ഷെ ലോ എൻഡ് ബേസ് ഇതിൽ അത്ര ഇല്ല, അത് ഓർമ്മ വെക്കണം. ലോ എൻഡ് ബേസ് വേണമെങ്കിൽ ഈ സെയിം പ്രൈസിൽ വേറെ ഇയർഫോൺസ് ഉണ്ട്, പക്ഷെ അത് ഓവർ ദ ഇയർ അല്ലായിരിക്കും, അത് ഓൺ ഇയർ ആയിരിക്കും. ഓൺ ഇയർ എന്ന് പറഞ്ഞാൽ അത് ഇയറിന്റെ മേലിൽ പോയിരിക്കും. പിന്നെ അത് കൂടുതൽ നേരം യൂസ് ചെയ്താൽ ഇയറിന് പെയിൻ ഒക്കെ വരും. ഇതിൽ ഇയറിന് പെയിൻ വരില്ല, കാരണം ഇത് ഇയറിനെ ടച്ചും ചെയ്യുന്നില്ല. ഇതിന്റെ ഈ ഇയറിന്റെ സൈഡിലാണ് ഇത് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കാണും. ഒന്നത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വേറെ ഒരു പുതിയ വീഡിയോ. ബൈ ബൈ.